നമ്മൾ പുതിയ ചാപ്റ്റർ എടുക്കുകയാണെന്ന് ചാപ്റ്റർ 6 റേഡിയോളജി ആൻഡ് ഇമാജിംഗ് സർവീസ്. കേൾക്കാമോ? Yes, ma'am. Okay. Yes. Introduction. Radiology department is an essential part of any hospital. Radiology is regarded as a branch of medicine that deals with radiant energy in the diagnosis and treatment of diseases by using imaging technologies. Medical imaging is the visualization of body parts, tissues, or organs for use in medical diagnosis, treatment, and diseases monitoring. എന്താണ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ പ്രത്യേകത? മിക്കവരും പോയിട്ടുണ്ടാവും അല്ലെ? നിങ്ങൾ എല്ലാവരും പോയിട്ടുണ്ടാവില്ല റേഡിയോളജി ഡിപ്പാർട്ട്മെന്റില് എന്തിനെങ്കിലൊക്കെ? ഇൻ കേസ് അകത്ത് കയറിയില്ലെങ്കിൽ പുറത്ത് കണ്ടിട്ടുണ്ടാവും. ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് എസെൻഷ്യൽ പാർട്ടാണ് റേഡിയോളജി കൈകാര്യം ചെയ്യുന്നത് അല്ലെ? മാത്രമല്ല എന്താണ് റേഡിയോളജിസ്റ്റ് റിഗാർഡഡ് എ ബ്രാഞ്ച് ഓഫ് മെഡിസിൻ. മെഡിസിന്റെ ഒരു മറ്റൊരു ബ്രാഞ്ച് കൂടിയാണ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് പറയുന്നത്. ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ഡീൽ ചെയ്യുന്നത്? deals with radiant energy in the diagnosis and treatment of diseases by using imaging technologies. നമ്മൾ റേഡിയന്റ് എനർജീസ് ഉപയോഗിച്ചുകൊണ്ട് എന്താണ് ഇമാജിൻസ് കണ്ടക്ട് ചെയ്തിട്ട് അതിന്റെ രോഗം നിർണ്ണയിക്കുന്ന രീതിയാണ് എന്താ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ പ്രധാനമായിട്ടും നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, എന്തൊക്കെ മെഡിക്കൽ ഇമാജിൻസ് ആണ് നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്യുന്നത്? പ്രധാനമായും ബോഡി പാർട്സ് അല്ലെ? മെഡിക്കൽ ഇമാജിംഗ് ഇസ് വിഷ്വലൈസേഷൻ ഓഫ് ബോഡി പാർട്സ്, ടിഷ്യൂസ്. ടിഷ്യൂസ് എന്താണ്? ടിഷ്യൂസ് കോശങ്ങൾ അല്ലെ? യെസ്. Then organs for use in medical diagnosis, treatment and diseases monitoring. ഇപ്പോൾ നമ്മൾ ബോഡി പാർട്സിന്റെ ടിഷ്യൂസിന്റെ ഇതിന്റെ ഒക്കെ എല്ലാം വിഷ്വലൈസേഷൻ ഇമാജിനറിയിൽ എടുത്ത് അല്ലെങ്കിൽ റേഡിയോളജി ടെക്നോളജീസ് ഉപയോഗിച്ചുകൊണ്ട് ഇതിന്റെ ഇമേജസ് ഒക്കെ എടുത്തതിന് ശേഷം ട്രീറ്റ്മെന്റ് നിർണ്ണയിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്, അല്ലെങ്കിൽ ഡയഗ്നോസിസ് തീരുമാനിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് റേഡിയോളജി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ അപ്പോൾ അത് മോണിറ്റർ ചെയ്യുന്ന സമയത്ത് എന്താണ് എന്തെങ്കിലും ഡിസീസസുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അതിലൂടെ ആക്സസ് ചെയ്യാനായിട്ട് കണ്ടെത്താനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എന്തൊക്കെ ഇമാജിൻ സർവീസസ് അറിയാം? നിങ്ങൾക്ക് എന്തൊക്കെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്സിനെ കുറിച്ച് അറിയാം? പ്രധാനമായിട്ട് നമ്മൾ എന്തൊക്കെ മെഡിസിൻ എന്തൊക്കെ ഇമാജിൻസ് ആണ് എടുക്കുന്നത്? യെസ്, എക്സ്റേ, സ്കാൻ, CT സ്കാൻ, MRI അല്ലെ? യെസ്. ആദ്യത്തെ നോക്കാം, എക്സ്റേ. എക്സ്റേ is a rapid pain-free procedure that is done to create image of the structure within the body, particularly the bones. എക്സ്റേ ഒരു പെയിൻ ഉള്ള പ്രൊസീജിയർ ആണോ എക്സ്റേ? അല്ല അല്ലെ? നമുക്ക് റാപ്പിഡ് ആയിട്ട് തന്നെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ് എന്ത്? പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ അല്ലെ? ഇതൊരു പെയിൻ ഫ്രീ പ്രൊസീജിയർ ആണ്. That is done to create the image of the structure of within the body, particularly the bones. എക്സ്റേയിൽ നമ്മൾ എന്ത് ഇമാജസ് ആണ് എടുക്കുന്നത്? എന്തിന്റെ ഇമാജസ് ആണ് എടുക്കുന്നത് പ്രത്യേകമായിട്ടോ?
in the body, particularly the bones. അല്ലെ, ബോൺസിന്റെ ഇമാജസ് ആണ് നമ്മൾ എക്സ്റേയില് എക്സ്റേ ഡിവൈസസ് ഉപയോഗിച്ചുകൊണ്ട് എടുക്കുന്നത്. ഓക്കെ, എക്സ്റേ എന്ന് പറയുന്നത് റാപ്പിഡ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാനും പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടുകയും ചെയ്യും. അതോടൊപ്പം തന്നെ എന്താണ്, പെയിൻ ഫ്രീ ആയിട്ടുള്ള പ്രൊസീജിയർ ആണ്. പ്രധാനമായിട്ടും നമ്മുടെ ബോൺസിന്റെ പിക്ചേഴ്സ് ആണ് അതിൽ എടുക്കുന്ന ഇമാജസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇമാജ് എന്ന് പറയുന്നത് എന്താണ്, അൾട്രാസൗണ്ട് ആണ് അല്ലെ. നെക്സ്റ്റ് മെഡിക്കൽ ഇമാജിംഗ് എന്ന് പറയുന്നത് അൾട്രാസൗണ്ട്, USG എന്നൊക്കെ പറയും അല്ലെ. യെസ്, ഹൈ ഫ്രീക്വൻസി സൗണ്ട് വേവ്സ് മേക്ക് ഇമാജസ് of soft tissues and internal organs. Non-invasive procedure safe to observe for just transfugase over skin with the conducting gel. നിങ്ങൾ അൾട്രാസൗണ്ട് ചെയ്തവർ കുറച്ച് പേർക്കെങ്കിലും അറിയാൻ പറ്റും അല്ലെ. USG ചെയ്തവർ എങ്ങനെയാണത്, ഹൈ ഫ്രീക്വൻസി വേവ്സുകൾ ഉപയോഗിച്ചുകൊണ്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്യുന്നത്. ഏകദേശം എന്താണ്, ഇവിടെ ഇതൊരു ഇൻവാസീവ് പ്രൊസീജിയർ ആണ്, അല്ലെങ്കിൽ മുറിവുകൾ ഉണ്ടാക്കിയിട്ടാണ് ഈ ഒരു പ്രൊസീജിയർ നടത്തുന്നത് ആണോ? അല്ല അല്ലെ. പ്രത്യേകിച്ച് നമ്മുടെ സോഫ്റ്റ് ടിഷ്യൂസിന്റെ അല്ലെങ്കിൽ ഇന്റേണൽ ഓർഗൻസിന്റെ ഇമാജസ് ആണ് അൾട്രാസൗണ്ടിൽ നമ്മൾ എടുക്കുന്നത്. ഒരു നോൺ ഇൻവാസീവ് പ്രൊസീജിയർ ആണ്, വളരെ സേഫ് ആണ്. വളരെ സേഫ് ആയിട്ട് തന്നെ എന്താണ്, ഭ്രൂണത്തിന്റെ പിക്ചേഴ്സ് അല്ലെങ്കിൽ എപ്പിച്ചസിന്റെ പിക്ചേഴ്സ് എടുക്കാനായിട്ട് സാധിക്കും. ഇത് എങ്ങനെയാണ് അൾട്രാസൗണ്ട് ചെയ്യുന്നത്? അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് എന്താ, ട്രാൻസ്ഡ്യൂഗേസ് എന്ന് പറയുന്നത് അല്ലെ. ട്രാൻസ്ഡ്യൂഗേസസ് എന്ന് പറയുന്നത് എന്താണ്, അത് നമ്മുടെ സ്കിന്നിൽ അതിന്റെ മുകളിലായിട്ടൊരു ഇതുപോലത്തെ ഒരു ഡിവൈസ് ആണെന്ന് വിചാരിക്കാം. അതിന്റെ മുകളിലായിട്ട് എന്താണ്, ജെല്ല് പുരട്ടും. അതായത് ആ ജെല്ല് പുരട്ടിയതിനു ശേഷമാണ് നമ്മുടെ വയറിലത് ആ ജെല്ല് കംപ്ലീറ്റ് പുരട്ടിയതിനു ശേഷമാണ് ആ ട്രാൻസ്ഡ്യൂഗേസിന് ഉപയോഗിച്ചുകൊണ്ട് നമ്മള് ആ കുട്ടിയുടെ മൂവ്മെന്റ്സ് ഒക്കെ കൃത്യമായിട്ട് നോക്കുന്നത്. ഇപ്പൊ പ്രഗ്നന്റ് വുമൻസ് ആണെങ്കിൽ എന്താണ്, കുട്ടിയുടെ മൂവ്മെന്റ്സ് ഒക്കെ നമുക്ക് അതിലൂടെ നോക്കാൻ പറ്റും. അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും അസുഖങ്ങൾ ഉള്ളവരാണെങ്കിലോ ഇത്തരം ട്രാൻസ്ഡ്യൂഗേസസ് ഉപയോഗിച്ചുകൊണ്ട് എന്താണ്, വയറിനകത്ത് നടക്കുന്ന ഇന്റേണലിൽ നടക്കുന്ന പ്രൊസീജിയേഴ്സ് ഒക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളൊക്കെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അൾട്രാസൗണ്ടിൽ ഉപയോഗിക്കുന്ന ആ ഡിവൈസിന്റെ പേരാണ് എന്താ, ട്രാൻസ്ഡ്യൂഗേസർ എന്ന് പറയുന്നത് കേട്ടോ. കണ്ടോ, താഴെ കണ്ടതെന്ന് അണ്ടർലൈൻ ചെയ്യാം. നമ്മുടെ സ്കിന്നിന് മുകളിലായിട്ട് ആ ഒരു ജെല്ല് കൊണ്ട് പുരട്ടിയതിനു ശേഷമാണ് അവ സ്കാൻ ചെയ്യുന്നത്. ഇമേജസ് നോക്കണമെങ്കിൽ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ അൾട്രാസൗണ്ടിന്റെ പ്രത്യേകത എന്താണ്, ഹൈ ഫ്രീക്വൻസി സൗണ്ട് വേവ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇമേജസ് എടുക്കുന്നത്. പ്രത്യേകിച്ച് സോഫ്റ്റ് ടിഷ്യൂസിന്റെയോ ഇന്റേണൽ ഓർഗൻസിന്റെയും ഇമേജസ് ആണ് നമ്മൾ എടുക്കുന്നത്. ഇതൊരു നോൺ ഇൻവാസീവ് ആയിട്ടുള്ള പ്രൊസീജിയർ ആണ്. വളരെ സേഫ് ആയിട്ട് നമുക്ക് എന്താണ്, ഫീച്ചേഴ്സിന്റെ മൂവ്മെന്റ്സ് അല്ലെങ്കിൽ ഭ്രൂണത്തിന്റെ മൂവ്മെന്റ്സ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നു. നമ്മുടെ സ്കിന്നിന്റെ മുകളിലായിട്ട് ഒരു ജെല്ലിൽ അത് പ്രത്യേകിച്ച് ട്രാൻസ്ഡ്യൂസർ എന്ന ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സ്കിന്നിന്റെ മുകളിൽ അത് പുരട്ടി കൊണ്ടതിന് ശേഷമാണത് നമ്മള് ആ ഇമേജസ് എടുക്കുന്നത്. ഓക്കെ, മനസ്സിലായോ അൾട്രാസൗണ്ട് എന്താണെന്ന്? യെസ്, അടുത്തത് CT സ്കാൻ, കമ്പ്യൂട്ടർ ടോമോഗ്രഫി സ്കാൻ അല്ലെ. A CT scan known as the name of as computer tomography scan makes of computer processing blend of many X-ray measurements start from measurements കഴിഞ്ഞിട്ട് നിങ്ങളുടെ കയ്യിൽ എന്താ കിടക്കുന്നത്, taken from എന്നാണ് കിടക്കുന്നത്. taken from measurements taken from കേട്ടോ, measurement taken from different angles to generate cross-sectional images of specific area of a object, allowing the user to see inside the object without cutting. CT scan എന്ന് പറഞ്ഞത് എടുത്തവർക്ക് അറിയാൻ പറ്റും അല്ലെ. അതിന്റെ എക്സ്പാൻഷൻ എന്താണ്, കമ്പ്യൂട്ടർ ടോമോഗ്രഫി സ്കാൻ എന്നാണ് അതിനെ പറയുന്നത് അല്ലെ. അപ്പൊ ഇതിന്റെ മെഷർമെന്റ്സ് എങ്ങനെയായിരിക്കുള്ളൂ, ഇതിന്റെ പിക്ചേഴ്സ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, അതിന്റെ പ്രിന്റ് കണ്ടിട്ടുണ്ടോ നിങ്ങൾ CT സ്കാനിന്റെ? ക്രോസ് സെക്ഷണൽ ആയിട്ടുള്ള ഇമേജസ് ആയിട്ട്, അതായത് ഒരു ഇമേജസ് മാത്രമല്ല, ഒരു ഷീറ്റിൽ തന്നെ എന്താണ് 10-12 ഇമേജസ് നമുക്ക് ഒരുമിച്ച് എടുക്കാനായിട്ട് സാധിക്കും CT സ്കാൻസിൽ. ഓക്കെ, അതുപോലെ തന്നെയാണ് MRIയിലും അങ്ങനെയൊക്കെ തന്നെയാണ് വരുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ഒരു ഷീറ്റിൽ തന്നെ എന്താണ്, ഇപ്പൊ തലയുടെ ആണ് എടുക്കുന്നത്, തലയുടെ CT ആണ് എടുക്കുന്നതെങ്കിൽ എന്താണ്, തലയുടെ വിവിധ ഭാഗങ്ങളുമായിട്ട് നമുക്ക് എന്താണ് ഓരോ പൊസിഷനിൽ ചെയ്തിട്ട് ഓരോ ഇമേജസ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, സ്പെസിഫിക് ആയിട്ടുള്ള ഭാഗങ്ങളിലെ ഇമേജസ് പ്രത്യേകമായിട്ട് എടുക്കാനായിട്ട് CT സ്കാൻ ഉപയോഗിച്ച് നമുക്ക് സാധിക്കും. ഡിഫറെന്റ് ആംഗിൾസ്, ഒരാളുടെ ഇപ്പൊ തലയുടെ എടുക്കുകയാണെങ്കിൽ തലയുടെ ഡിഫറെന്റ് ആംഗിളിൽ നിന്ന് നമുക്ക് എന്താണ് പൊസിഷനിങ് ചെയ്തിട്ട് ഡിഫറെന്റ് ആംഗിൾസ് വെച്ചിട്ട് ക്രോസ് സെക്ഷണൽ ആയിട്ടുള്ള ഇമേജസ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, and allowing user to see the inside
സബ്ജക്ട് വിത്തൗട്ട് കട്ടിങ്. നമുക്കത് കട്ട് ചെയ്ത് എടുക്കാതെ എങ്ങനെയാണ് കൃത്യമായിട്ട് എങ്ങനെ എടുക്കാൻ പറ്റും? ക്രോസ് സെക്ഷൻ ഇമേജസ് ആയിട്ട് നമുക്ക് അതിന്റെ ഇമേജസ് എടുക്കാനായിട്ട് സാധിക്കുന്നത്. ദാറ്റ് ഈസ് CT സ്കാൻ. ഓക്കെ, കമ്പ്യൂട്ടർ ടോമോഗ്രാഫി സ്കാൻ എന്നുള്ളതും അണ്ടർലൈൻ ചെയ്യാം, ക്രോസ് സെക്ഷൻ ഇമേജസ് എന്നുള്ളതും അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? MRI. എക്സ്പാൻഷൻ എന്താണ്? MRI, മാഗ്നറ്റിക് റിസോണൻസ് ഇമേജിംഗ്. മാഗ്നറ്റിക് റിസോണൻസ് ഇമേജിംഗ് എന്താണ് MRI യുടെ പ്രത്യേകത? Strong magnetic field and radio waves are used to view structure and create three-dimensional images. Show blood clots, damage, torn ligaments and tendons. Other soft tissue abnormalities invasive. Non-invasive എന്നാണ് കേട്ടോ, non-invasive എന്നാണ്. ഓക്കെ, MRI എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സ്ട്രോങ് മാഗ്നറ്റിക് റേഡിയൻസ് ഉപയോഗിച്ച് അല്ലെങ്കിൽ 3-dimensional ഇമേജസ് ആണ് MRIയിൽ നമ്മൾ എടുക്കുന്നത്. അവിടെ എടുക്കുന്ന വേവ്സ് എന്ന് പറയുന്നത് എന്താണ്? സ്ട്രോങ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഇമേജസ് ആണ്, അല്ലെങ്കിൽ മാഗ്നറ്റിക് വേവ്സ് ഉപയോഗിച്ചുകൊണ്ട്, റേഡിയേഴ്സ് ഉപയോഗിച്ചുകൊണ്ടിട്ടാണ് നമ്മൾ MRI സ്കാനിങ് എടുക്കുന്നത്. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്താണ് 3-dimensional ഇമേജസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. എന്തിന്റെയൊക്കെയാണ്? ഇപ്പൊ എന്തെങ്കിലും തരത്തിലുള്ള ബ്ലഡ് ക്ലോട്ട്സുകളോ ബ്ലഡ് ക്ലോട്ടോ ഡാമേജസോ അല്ലെങ്കിൽ ടോൺ ലിഗമെന്റ്സ്. ടോൺ ലിഗമെന്റ്സ് ആൻഡ് ടെൻഡൻസ് എന്ന് പറയുന്നത് എന്താണ്? ടോൺ എന്ന് പറയുന്നത് എന്താണ്? ടോൺ ബോൺസുകളെ തമ്മിൽ ഘടിപ്പിക്കുന്ന ലിഗമെന്റ്സ് ആണ് എന്താണ് ടോൺ എന്ന് പറയുന്നത്. നമ്മുടെ ബോൺസിനെ തമ്മിൽ ഘടിപ്പിക്കുന്ന അല്ലെങ്കിൽ കണക്ട് ചെയ്യിപ്പിക്കുന്ന, ബന്ധിപ്പിക്കുന്നതിനെയാണ് നമ്മൾ ലിഗമെന്റ്സ് എന്ന് പറയുന്നത്, ടോൺസ് എന്ന് പറയുന്നത് കേട്ടോ, അല്ലെങ്കിൽ ലിഗമെന്റ്സ് എന്ന് പറയുന്നത്. ബ്രാക്കറ്റിൽ ഇട്ടാൽ മതിയാകും. ടെൻഡൻസ് എന്താണ്? ടെൻഡൻസ് മസിൽസിനെയും ബോൺസുകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ടെൻഡൻസ് എന്ന് പറയുന്നത്. മസിൽസിനെയും ബോൺസുകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ടെൻഡൻസ് എന്ന് പറയുന്നത്. ടോൺസ് അല്ലെങ്കിൽ ലിഗമെന്റ്സ് എന്ന് പറയുന്നത് എന്താണ്? ബോണുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. ടെൻഡൻസ് എന്താണ്? ടെൻഡൻസ് മസിൽസുകളെയും ബോൺസുകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് നമ്മൾ ടെൻഡൻസ് എന്ന് പറയുന്നത്. പിന്നെ അതർ സോഫ്റ്റ് ടിഷ്യൂ അബ്നോർമാലിറ്റീസ് ആണ് നോൺ ഇൻവാസീവ്. ഇനി മറ്റ് തരത്തിലുള്ള അസ്വാഭാവികത്വമോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അബ്നോർമാലിറ്റീസ് ഒക്കെ കാണുകയാണെങ്കിലൊക്കെ എന്താണ് നമുക്ക് MRI ഡിറ്റക്ട് ചെയ്യുന്നതോടെ അല്ലെങ്കിൽ MRI സ്കാൻ ചെയ്യുന്നതോടുകൂടി നമുക്ക് ഇതൊക്കെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ബ്ലഡ് ക്ലോട്ടോ ഡാമേജസോ ലിഗമെന്റ്സിലോ ടോൺസിലോ ടെൻഡൻസിലോ എന്തെങ്കിലും പ്രോബ്ലംസോ അല്ലെങ്കിൽ സോഫ്റ്റ് ടിഷ്യൂസ് അല്ലെങ്കിൽ അബ്നോർമാലിറ്റീസ് ഒക്കെ കാണിക്കുകയാണെങ്കിൽ എന്താണ് നമുക്ക് MRIയിലൂടെ ഇതൊക്കെ ഡിറ്റക്ട് ചെയ്ത് കണ്ടെത്താനായിട്ട് സാധിക്കും. ഓക്കെ, ഇവിടെ സ്ട്രോങ് മാഗ്നറ്റിക് റേഡിയേഷൻ വേവ്സ് ഉപയോഗിച്ചിട്ടാണ് സ്കാൻ ചെയ്യപ്പെടുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്താണ് ഇത്? ക്രിയേഷൻ 3-dimensional ഇമേജസ് ആണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇമാജിൻ കമ്പോസേഴ്സ് ഏതൊക്കെയാണ്? എക്സ്റേ, അൾട്രാസൗണ്ട്, CT സ്കാൻ, MRI. മനസ്സിലായോ? ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ ഈ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ പറയുമ്പോൾ നമ്മൾ ആദ്യ കാലങ്ങളിൽ ഏതൊരു മെഡിക്കൽ ഇമാജിൻ മാത്രമാണ് ഉണ്ടായിരുന്നത്? ആദ്യകാലങ്ങളില് ഏത് മെഡിക്കൽ ഇമാജിനാണ് ഉണ്ടായിരുന്നത്? ഇതിൽ ഏത് മെഡിക്കൽ ഇമാജിൻ ആണ് ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നത്? യെസ്, എക്സ്റേ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അല്ലെ. ഇപ്പൊ എന്തെങ്കിലും മുറിവോ ചതവൊക്കെ സംഭവിക്കുന്ന സമയത്ത് നമുക്ക് എക്സ്റേ മാത്രമാണ് ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, പിന്നീട് മോഡേൺ കാലഘട്ടങ്ങളിൽ വികസിച്ചു വന്ന സമയത്താണ് അൾട്രാസൗണ്ട്, CT പോലുള്ള MRI പോലുള്ള മറ്റ് റേഡിയോളജി ഫങ്ഷൻസ് ഒക്കെ വർക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതൊക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ആരംഭിച്ചത്. ഓക്കെ, യെസ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് റേഡിയോളജിക്കൽ വർക്ക്. ക്ലാസിഫിക്കേഷൻ ഓഫ് റേഡിയോളജിക്കൽ വർക്ക്. Radiology can be classified into 3 different areas. റേഡിയോളജിനെ തന്നെ നമ്മൾ എന്താണ് 3 ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? അതായത് റേഡിയോളജിക്കൽ വർക്കിന്റെ ബേസിസിൽ നമ്മൾ 3 ആയിട്ട് അതിനെ കാറ്റഗറൈസ് ചെയ്യുന്നു. ഏതൊക്കെയാണ് 3 ഏരിയാസ് ഉള്ളതിൽ? ഡിഫറെന്റ് ഏരിയാസ് വരുന്നത് ഏതൊക്കെയാണ്? ഡയഗ്നോസ്റ്റിക് റേഡിയോളജി,
ഇന്റർവെൻഷണൽ റേഡിയോളജി, റേഡിയേഷൻ ഓൺകോളജി. ഏതൊക്കെയാണ്? ഡയഗ്നോസ്റ്റിക് റേഡിയോളജി, ഇന്റർവെൻഷണൽ റേഡിയോളജി, റേഡിയേഷൻ ഓൺകോളജി. കേൾക്കുന്നുണ്ട് എല്ലാവരും? ഓക്കെ. നമുക്ക് നോക്കാം ഡയഗ്നോസ്റ്റിക് റേഡിയോളജി എന്താണ്. Radiologists employ imaging techniques like X-ray, ultrasound, CT scans, and MRI scans to identify disorders throughout the body. Radiologist എന്ന് പറയുന്നത് ആരാണ്? അപ്പോ റേഡിയോളജിസ്റ്റ് ഇന്റേണൽ പാർട്സിന്റെ ഒക്കെ ചിത്രങ്ങൾ എടുത്തുകൊണ്ട് രോഗം നിർണയിച്ച് ട്രീറ്റ്മെന്റുകൾ നടത്തുന്നതിന് വേണ്ടി സഹായിക്കുന്ന ടെക്നീഷ്യൻസ് ആണ്, അല്ലെങ്കിൽ അതിന് അസിസ്റ്റ് ചെയ്യുന്നവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടെക്നീഷ്യൻസിനെ നമ്മുടെ റേഡിയോളജിസ്റ്റ് എന്നൊക്കെ പറയുന്നത് അല്ലെ. നമ്മുടെ അതായത് ഇന്റേണൽ പാർട്സിന്റെ അല്ലെ, ഈ സ്കാനിങ്ങിലൂടെ നമ്മൾ ഇത്രയും ഇമാജസിലൂടെ എന്തൊക്കെ പാർട്സുകളാണ് നമ്മൾ എടുക്കുന്നത്? നമ്മുടെ ഇന്റേണൽ പാർട്സിന്റെ ആണ് പ്രധാനമായിട്ടും ചിത്രങ്ങൾ എടുത്ത് രോഗം നിർണയിച്ച് അതിന്റെ ട്രീറ്റ്മെന്റ് നിർണയിച്ച് അതിനുവേണ്ടി സഹായിക്കുന്ന ടെക്നീഷ്യൻസ് ആണ് ആര്? റേഡിയോളജിസ്റ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ റേഡിയോളജിസ്റ്റ് എംപ്ലോയ് ഇമാജിംഗ് ടെക്നിക്സ് ലൈക്ക് എക്സ്റേ. ഏതൊക്കെ ടെക്നിക്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ രോഗം ഡിറ്റക്ട് ചെയ്യുന്നത്? അവര് എക്സ്റേ, അൾട്രാസൗണ്ട്, CT സ്കാൻ, MRI സ്കാൻസ് ടു ഐഡന്റിഫൈ ഡിസോർഡർ ത്രൂ ഔട്ട് ദ ബോഡി. അപ്പൊ ഇതൊക്കെ ഇതിലേതെങ്കിലും ഒക്കെ ഒന്ന് എടുത്തുകൊണ്ട് നമ്മുടെ ബോഡിക്കകത്തുള്ള ഏതുതരം രോഗമാണെന്ന് ഡിറ്റക്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ് എന്ത്? ഡയഗ്നോസ്റ്റിക് റേഡിയോളജി എന്ന് പറയുന്നത്. എക്സ്റേയോ CTയോ എടുത്തുകൊണ്ട് നമ്മുടെ എന്താണ് ത്രൂ ഔട്ട് ദ ബോഡിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡിസോർഡേഴ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ഡിറ്റക്ട് ചെയ്യുന്നത് ഏതിലാണ്? ഡയഗ്നോസ്റ്റിക് റേഡിയോളജിയിലാണ്, രോഗനിർണയം. ഓക്കെ, യെസ്. അടുത്തത് എന്താണ്? ഇന്റർവെൻഷണൽ റേഡിയോളജി. ഇന്റർവെൻഷണൽ റേഡിയോളജി എന്തായിരിക്കും ഇതിന്റെ പ്രത്യേകത? റേഡിയോളജി ദാറ്റ് ഫോക്കസസ് ഓൺ യൂസിങ് minimally invasive interventional techniques, non-surgical treatments to diagnose and treat patients. For interventional radiology എന്ന് പറയുമ്പോൾ എന്താണ്? യൂസിങ് മിനിമൽ ഇൻവാസീവ് ഇന്റർവെൻഷനൽസ്. എന്താണ് മിനിമൽ ഇൻവാസീവ് എന്ന് പറയുന്നത്? അതായത് ശരീരത്തിലെ ചെറിയ മുറിവുകളിലൂടെ ചെറിയൊരു മുറിവിട്ട് രോഗം നിർണയിച്ചിട്ട് ട്രീറ്റ്മെന്റ് നടത്തുന്നതാണ് എന്ത്? ഇന്റർവെൻഷണൽ റേഡിയോളജി. ഇത് വലിയൊരു സർജിക്കൽ ട്രീറ്റ്മെന്റ്സ് അല്ല, ചെറിയ രീതിയിൽ മുറിവുകൾ ഉണ്ടാക്കിയിട്ട് ഡയഗ്നോസിസ് ചെയ്തിട്ട് പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്നതാണ് എന്ത്? ഇന്റർവെൻഷണൽ റേഡിയോളജി എന്ന് പറയുന്നത്. ഇപ്പൊ ചെറിയ മുറിവുകൾ, മിനിമലി ഇൻവാസീവ് ആയിട്ടുള്ള മുറിവുകൾ ഉണ്ടാക്കിയതിനു ശേഷം എന്താണ് ആ രോഗം കണ്ടുപിടിച്ചിട്ട് അതിനെ ട്രീറ്റ് ചെയ്യുന്നതാണ് ഇന്റർവെൻഷണൽ റേഡിയോളജി. അപ്പൊ അതിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത് നമുക്ക് നോക്കാം. ഇന്റർവെൻഷണൽ റേഡിയോളജിയിൽ ഉൾപ്പെടുന്നത് എന്തൊക്കെയാണ്? It include imaging and treatment of blood vessels, angiography, imaging and treatment of blood vessel, angiography, biopsy procedures, cardiac catheterization, angioplasty. എന്താണ് imaging and treatment of blood vessels? എന്താണ്? രക്തക്കുഴലുകളിൽ നമ്മൾ എന്താണ് കണ്ടെത്തുന്നത്? ബ്ലഡ് വെസൽസിൽ എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണ് പറ്റുന്നത്? അതായത് ഏത് ബ്ലഡ് വെസൽസിലാണോ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നത് അതിലേക്ക് ചിത്രം എടുത്തുകൊണ്ട് ട്രീറ്റ്മെന്റ് എടുക്കുന്നതാണ് എന്ത്? ട്രീറ്റ്മെന്റ് ഓഫ് ബ്ലഡ് വെസൽസ് അഥവാ ആൻജിയോഗ്രാഫി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ബയോപ്സി പ്രൊസീജിയർ. ബയോപ്സി പ്രൊസീജിയർ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ഏത് രോഗം നിർണ്ണയിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ബയോപ്സി? ഏത് രോഗത്തിനാണ്? യെസ്, ക്യാൻസർ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ബയോപ്സിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ദ്രവങ്ങളോ ഫ്ലൂയിഡ്സ് ഒക്കെ എടുത്തുകൊണ്ടാണ് ബയോപ്സി പ്രൊസീജിയേഴ്സ് നടത്തുന്നത്. കാർഡിയാക് കത്തറൈസേഷൻ. കാർഡിയാക് കത്തറൈസേഷൻ കേട്ടിട്ടുണ്ടോ? എന്ത് പ്രൊസീജിയർ ആണെന്ന് കേട്ടിട്ടുണ്ടോ? കാർഡിയോളജിസ്റ്റുകളാണ് ഇത് പെർഫോം ചെയ്യുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? കത്തിയർ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ കത്തിയർ, ഇവിടെ കത്തിയർ എന്നൊരു വാക്ക് കണ്ടോ? കത്തിയർ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ശരീരത്തിലെ ചില ദ്രവങ്ങൾക്ക് കുറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കുഴലാണെന്ന് കത്തിയർ എന്ന് പറയുന്നത്. കാർഡിയാക് കത്തറൈസേഷൻ എന്ന് പറയുമ്പോൾ പേരിൽ നിന്ന് തന്നെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. എന്തിന്റെ പ്രൊസീജിയർ ആയിരുന്നു?
മെയിൻ ആയിട്ട് കാർഡിയോളജിസ്റ്റുകളാണ് ഈ ഒരു പ്രൊസീജിയർ ചെയ്യുന്നത് അല്ലെ. ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊസീജിയർ ആണ്. കാർഡിയോളജിസ്റ്റുകളാണ് ഇതിന് പ്രധാനമായിട്ടുള്ള പ്രൊസീജിയേഴ്സുകൾ ചെയ്യുന്നത്. അതായത് ഹാർട്ടുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ രോഗങ്ങളുടെയും പ്രൊസീജിയേഴ്സ് ആണ് എന്ത് കാർഡിയാക് കത്തറൈസേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു പേഷ്യൻസ് വരികയാണെങ്കിൽ അതിന്റെ ഹെർട്ടിന്റെ ഫങ്ഷൻസ് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല, പ്രോപ്പർ ആയിട്ട് നടക്കുന്നുണ്ടോ, വേറെ എന്തെങ്കിലും തരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടോ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാനായിട്ടാണ് കാർഡിയാക് കത്തറൈസേഷൻ ചെയ്യുന്നത്. ഓക്കെ, പിന്നെന്താണ്, ഇനി എന്തെങ്കിലും തരത്തിലുള്ള ബ്ലോക്സുകൾ അല്ലെ, എന്തെങ്കിലും തരത്തിലുള്ള ബ്ലോക്ക് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് അതിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ ഈ കത്തറൈസേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ എന്തെങ്കിലും ബ്ലോക്ക് വന്ന പേഷ്യൻസ് ആണെങ്കിൽ എന്താണ് ഇത് ഈ ഒരു ട്രീറ്റ്മെന്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്, പിന്നെ എന്തെങ്കിലും ഹാർട്ടിന്റെ വാൽവുകൾ അല്ലെ, വാൽവുകളൊക്കെ മാറ്റി വെക്കുന്നതിന് അല്ലെങ്കിൽ എന്താണ് ഹാർട്ടിന്റെ വാൽവിൽ എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ മാറ്റി വെക്കുന്നത് ഈ ഒരു പ്രൊസീജിയർ ഉപയോഗിച്ചുകൊണ്ടാണ് കേട്ടോ. കാർഡിയാക് കത്തറൈസേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഹാർട്ടിന്റെ വാൽവുകളൊക്കെ മാറ്റുന്നത്. യെസ്, വാസ്കുലർ ആക്സസ് കത്തീറ്റർ. പിന്നെന്താണ്, ഇതൊരു കത്തീറ്റർ കടത്തിവിട്ടാണ്. കത്തീറ്റർ എന്ന ഒരു കുഴല് കടത്തി വിട്ടിട്ടാണ് ഈ ഒരു പ്രൊസീജിയേഴ്സ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ കാത്ത് എന്ന ലാബിലാണ് ഇത്തരം പ്രൊസീജിയർ നമ്മൾ കണ്ടക്ട് ചെയ്തത്. പ്രധാനമായിട്ടും എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വരുന്ന സമയത്താണ് കാർഡിയാക് കത്തറൈസേഷൻ എന്ന പ്രൊസീജിയർ ചെയ്യുന്നത്. ഓക്കെ, കാർഡിയോളജിസ്റ്റുകളാണ് ഈ ഒരു പ്രൊസീജിയർ കണ്ടക്ട് ചെയ്യുന്നത്. പിന്നെ എന്താണ്, എന്തെങ്കിലും ബ്ലോക്സുകളോ അല്ലെങ്കിൽ വാലുകൾക്ക് എന്തെങ്കിലും പ്രസൻസിനൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്ന സിറ്റുവേഷൻസിലാണെങ്കിൽ ഇത്തരം ഒരു ട്രീറ്റ്മെന്റ് പ്രൊസീജിയർ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ? അത് കാർഡിയാക് കത്തറൈസേഷൻ എന്താണെന്ന്? ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഹാർട്ട്. ഓക്കെ, ക്ലിയർ ആണോ? നെക്സ്റ്റ് പ്രൊസീജിയർ ആണ് എന്ത്? ആൻജിയോപ്ലാസ്റ്റി, ബലൂൺ ഡയലേഷൻ ഓഫ് ബ്ലഡ് വെസൽസ്. ആൻജിയോപ്ലാസ്റ്റി, ബലൂൺ ഡയലേഷൻ ഓഫ് ബ്ലഡ് വെസൽസ്. അറിയാമോ ആൻജിയോപ്ലാസ്റ്റി എന്താണെന്ന്? യെസ്, ഓപ്പൺ ബ്ലോക്ക് വെസൽസ് ആണ്. അല്ലെങ്കിൽ എന്താണ്, നമുക്ക് ആൻജിയോപ്ലാസ്റ്റി വഴി എന്ത് ചെയ്യാൻ സാധിക്കും? ഇപ്പോ ഏകദേശം ഒരു 3 ബ്ലോക്ക് ഒക്കെ വരും. 3 ബ്ലോക്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ്, ഹാർട്ടിന് ബ്ലോക്കുകൾ വന്നു കഴിഞ്ഞാൽ നമുക്കത് എന്താണ് പെട്ടെന്ന് മാറ്റാനായിട്ട് സാധിക്കും. ഈ 3 ബ്ലോക്കിൽ കൂടുതലാണെങ്കിലാണ് എന്ത് ചെയ്യേണ്ടി വരുന്നത്? 3 ബ്ലോക്ക് വരെ മാറ്റാനായിട്ട് നമുക്ക് ആൻജിയോപ്ലാസ്റ്റി കൊണ്ട് സാധിക്കും. 3 ബ്ലോക്കിൽ കൂടുതലായി കഴിഞ്ഞാലാണ് എന്ത് ചെയ്യുന്നത്? ബൈപ്പാസ് ഓപ്പൺ സർജറി ചെയ്യുന്നത് അല്ലെ. ബൈപ്പാസ് ഓപ്പൺ സർജറി ഒക്കെ നമ്മൾ ചെയ്യുന്നത് 3 ബ്ലോക്ക് വരെ നമുക്ക് ആൻജിയോപ്ലാസ്റ്റി കൊണ്ട് മാറ്റാൻ പറ്റാത്ത സിറ്റുവേഷൻസിലാണ് നമ്മൾ ബൈപ്പാസ് ഓപ്പൺ സർജറി ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതും എങ്ങനെയാണ് കത്തറൈസേഷൻ പ്രോസസ്സ് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. യെസ്, അപ്പൊ നമ്മളിവിടെ പറഞ്ഞ എന്താണ്, ഇന്റർവെൻഷൻ റേഡിയോളജിയുമായി ബന്ധപ്പെട്ട് ചെറിയ ഇൻവാസീവ് ആയിട്ടുള്ള മുറിവുകൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഡയഗ്നോസിസ് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ് ഏതൊക്കെയാണെന്നാണ് പറഞ്ഞത് അല്ലെ. പ്രധാനമായിട്ട് എന്തിനൊക്കെയാണ് വരുന്നത്? ഇമാജിങ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ബ്ലഡ് വെസൽസ്, അല്ലെങ്കിൽ ആൻജിയോഗ്രാഫി ചെയ്യുന്നതിന്, അല്ലെങ്കിൽ ബയോപ്സി പ്രൊസീജിയേഴ്സിന് വേണ്ടി, കാർഡിയാക് കത്തറൈസേഷന് വേണ്ടി, അല്ലെങ്കിൽ എന്താണ് ആൻജിയോപ്ലാസ്റ്റി ഓർ ബലൂൺ ഡയലേഷൻ ഓഫ് ബ്ലഡ് വെസൽസ്. ഓക്കെ, ഇതിന്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് അറിയാമോ? ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ആൻജിയോപ്ലാസ്റ്റി അറിയാമോ? ഇപ്പൊ നമ്മൾ കത്തീറ്റർ കടത്തി വിടുന്ന സമയത്ത് എന്താണ്, അതിന്റെ ഏറ്റവും ടോപ്പിൽ ടിപ്പിലായിട്ട് ഒരു നീഡിൽസ് ഉണ്ടായിരിക്കും. ഓക്കെ, ആ നീഡിൽസും ബലൂൺസും, ഒരു ബലൂൺ പോലെ ഒരു സാധനം ഉണ്ടായിരിക്കും. ആ ബലൂൺസിൽ കൂടെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടോ? ആ ബലൂൺസും നീഡിലും കൂടിയാണ് ഇതിനകത്തേക്ക് പ്രവേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഏത് പ്ലേസസിലാണ് ബ്ലോക്ക് ഉണ്ടെന്നുള്ളത് നമുക്കത് പോകുന്നതിനനുസരിച്ച് മനസ്സിലാക്കും. അപ്പൊ ബ്ലോക്ക് ഉള്ള ഏരിയ ആണെങ്കിൽ എന്താണ്, ആ ബ്ലഡ് വെസൽസ് എങ്ങനെയായിരിക്കും ഇരിക്കുന്നത്? ബ്ലോക്ക് ഉള്ള ഏരിയ ആണെങ്കിൽ ആ ബ്ലഡ് വെസൽസ് എങ്ങനെ ഇരിക്കും? ഇങ്ങനെയായിരിക്കും. ആ രക്തക്കുഴലുകളെല്ലാം ചുരുങ്ങിയായിട്ട് ഇരിക്കുന്നത്. ബ്ലോക്ക് വന്നതാണെങ്കിൽ അവിടെ ചുരുങ്ങിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ആ പ്ലേസിൽ എത്തുന്ന സമയത്ത് എന്താണ്, ഈ ബലൂണുകൾ, നമ്മൾ ഈ കടത്തി വിട്ടിരിക്കുന്ന ഈ ബലൂണുകൾ വീർക്കുകയും അതോടൊപ്പം തന്നെ എന്താണ്, ഈ ബലൂൺസ് വികസിക്കുന്ന സമയത്ത്, അതായത് നമ്മൾ ഈ കടത്തിവിട്ട ബലൂണുകൾ ചുരുങ്ങിയ രക്തക്കുഴലിൽ അടുത്തെത്തിയതിനു ശേഷം ആ ഏത് സമയത്തും എന്താണ്, ആ ബലൂണുകൾ വികസിക്കുകയാണ്. വികസിക്കുന്ന സമയത്ത് എന്താണ്, ബ്ലഡ് വെസൽസിന്റെ ഭിത്തിയുടെ അകത്തായിട്ട്, അതായത് നമ്മുടെ ബ്ലഡ് വെസൽസിന്റെ ഭിത്തികളിലും വികസിക്കും.
ബലൂൺ വികസിക്കുന്നതോടൊപ്പം തന്നെ എന്താണ് ബ്ലഡ് വെസൽസും ഒരേപോലെ വികസിക്കാനായിട്ട് ആരംഭിക്കും. ദെൻ എന്താണ് അവിടെ ഒരു മെറ്റൽ മെറ്റീരിയൽ ഉണ്ട്, അവിടെ വെച്ച് എന്താണ് അവിടെ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ എന്താണ് ആ ബ്ലോക്ക് അവിടെ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് ആൻജിയോഗ്രാഫി ചെയ്യുന്നത് കേട്ടോ. ബ്ലഡ് വെസൽസ് രക്തക്കുഴലുകൾ ചുരുങ്ങിയിരിക്കുകയാണെങ്കിൽ ബലൂൺസ് നീഡ്സ് കടത്തിവിട്ട് ബലൂൺസ് വികസിക്കുന്നതോടൊപ്പം എന്താണ് ബ്ലഡ് വെസൽസ് അല്ലെങ്കിൽ രക്തക്കുഴലുകൾ വികസിക്കുമ്പോൾ then അവിടെ എന്താണ് ഒരു മെറ്റീരിയൽ കടത്തിവിട്ടുകൊണ്ട് എന്താണ് ആ പ്രൊസീജിയർ അവിടെ അവസാനിപ്പിക്കണം. ഓക്കെ, എവിടെയാണോ ബ്ലോക്ക് കാണുന്ന ആ ഏരിയാസിൽ അത് ഡെവലപ്പ് ചെയ്യണം. ഇങ്ങനെയാണ് അതിന്റെ പ്രൊസീജിയർ. വീഡിയോസ് ഒക്കെ ഉണ്ടാവും, നിങ്ങളൊന്ന് കണ്ടാൽ മതി കേട്ടോ യൂട്യൂബില്. ഇന്റർവെൻഷൻ റേഡിയോളജിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതൊക്കെ ട്രീറ്റ്മെന്റ് ആണ്, ഏതൊക്കെ പ്രൊസീജിയർ ആണെന്ന് പഠിക്കണം കേട്ടോ. ബയോപ്സി പ്രൊസീജിയർ, കാർഡിയാക് കത്തറൈസേഷൻ, ആൻജിയോപ്ലാസ്റ്റി ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ബ്ലഡ് വെസൽസ്. ഓക്കെ, മനസ്സിലായോ പിള്ളേരെ? അടുത്തത് റേഡിയേഷൻ ഓൺകോളജി. എന്തുമായി ഡിപ്പെൻഡ് ചെയ്താണ് വരുന്നത് റേഡിയേഷൻ ഓൺകോളജി? ക്യാൻസർ ട്രീറ്റ്മെന്റ് ആണ് അല്ലെ. റേഡിയേഷൻ ഓൺകോളജി is used for performing radiation based therapy on cancer patient. High energy radiation utilized in the treatment destroy cancer cells and prevent them from proliferating. Thus, this process can either regulate the problem or can cure it entirely. Radiation oncology. നമ്മൾ റേഡിയേഷൻ ഓൺകോളജി ക്യാൻസർ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ, അല്ലെങ്കിൽ ക്യാൻസർ ട്രീറ്റ്മെന്റിന്റെ പഠന ശാഖയാണ് അല്ലെങ്കിൽ സ്റ്റഡി ഓഫ് ക്യാൻസർ ആണല്ലോ ഓൺകോളജി എന്ന് നമ്മൾ പറയുന്നത്. ഇവിടെ എങ്ങനെയാണ് ഇവിടുത്തെ ട്രീറ്റ്മെന്റ് നടക്കുന്നത്? ഇത് ഒരു റേഡിയേഷൻ ബേസ്ഡ് തെറാപ്പിയാണ് അല്ലെ. അപ്പോൾ റേഡിയേഷൻ ബേസ്ഡ് തെറാപ്പിക്ക് നമ്മൾ മറ്റൊരു പേര് പറയാറുണ്ട്. എന്ത് പേരാണ്? റേഡിയേഷൻ ചെയ്യുന്നതിന് നമ്മൾ വേറൊരു പേര് പറയാറുണ്ട്. എന്ത് തെറാപ്പി എന്നാണ് നമ്മൾ പറയാറ്? കേട്ടിട്ടുണ്ടാവും നിങ്ങൾ എല്ലാവരും. യെസ്, വെരി ഗുഡ്. കീമോതെറാപ്പി അല്ലെ. കീമോതെറാപ്പി. യെസ്, എന്താണ് അവിടെ ഹൈ റേഡിയേഷൻസ് ഉപയോഗിച്ചിട്ടുണ്ട് കൊണ്ട് നമ്മൾ ഈ തെറാപ്പി കൊണ്ട് എന്താണ് ക്യാൻസർ സെൽസിനൊക്കെ എന്ത് ചെയ്യുന്നത്? നമ്മള് എന്താ ചെയ്യുന്നത്? ക്യാൻസർ സെല്ലിനെ, അതായത് ലൈഫ് റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ അതിന്റെ വ്യാപനം തടയുക എന്നുള്ളത്. അതായത് ക്യാൻസർ സെല്ലിനെ നമ്മൾ നശിപ്പിച്ചു കളയാണ്. ഓക്കെ, അതായത് ഈ റേഡിയേഷൻ തെറാപ്പി കൊണ്ട് എന്താണ് ഹൈ വേവ് ലെങ്ത് ഉള്ള അല്ലെങ്കിൽ ഹൈ റേഡിയേഷൻസ് ആണ് അതിനകത്തേക്ക് ചെല്ലുന്നത്. ഏത് ഭാഗത്താണോ ആ ഭാഗത്തേക്ക് കൃത്യമായ രീതിയിൽ എന്താണ് ആ സെൽസിനെ നശിപ്പിക്കുന്ന രീതിയിലാണ് റേഡിയേഷൻ ഓൺകോളജി കീമോതെറാപ്പി നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, യെസ്. Thus, this process can either regulate the problem or can cure it entirely. അപ്പൊ നമുക്ക് ഇത്തരം ട്രീറ്റ്മെന്റ്സ് ഒക്കെ ഉള്ളത്, ഇത്തരം തെറാപ്പി ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഈ രോഗങ്ങൾ ഡിറ്റക്ട് ചെയ്യാനും ഇൻ കേസ് കീമോതെറാപ്പി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്താണ് പല ക്യാൻസർ സെൽസുകൾ നമുക്ക് നശിപ്പിച്ച് കളയാനായിട്ടും അല്ലെങ്കിൽ ഒരു പ്രോബ്ലം നമുക്ക് ഇല്ലാതാക്കാനായിട്ടും സാധിക്കും. ഓക്കെ, ഇത് ട്രീറ്റ്മെന്റ് ഇങ്ങനെ കീമോ ചെയ്യുന്നതിൽ കുറെ പേര് രക്ഷപ്പെടുന്നുണ്ട് അല്ലെ. കീമോ ചെയ്തിട്ട് കുറെ പേര് രക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷെ കുറെ പേര് എന്താണ് രക്ഷപ്പെട്ടതാണോ കൂടുതൽ, മരണപ്പെട്ടതാണോ കൂടുതൽ? ക്യാൻസർ വന്നിട്ട് മിക്കതും മരണത്തിലാണ് അല്ലെ. മിക്ക പേരും നമ്പർ ഓഫ് പീപ്പിൾസ് എണ്ണം കൂടുതൽ എന്ന് പറഞ്ഞാൽ മരണപ്പെട്ടതാണ്. ഓക്കെ, പക്ഷെ കുറെ പേര് അതിൽ സർവൈവ് ചെയ്തിട്ടുണ്ട്. കുറെ പേര് ഇപ്പോഴും അതിന്റെ ആഫ്റ്റർ എഫക്ട്സുകൾ അനുഭവിക്കുന്നവരുണ്ട്. കുറെ പേര് രക്ഷപ്പെട്ടിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഡിറ്റക്ട് ചെയ്തവരൊക്കെ എന്താണ് ഫസ്റ്റ് 4 സ്റ്റേജ് ഒക്കെ ഇതിന് വരുന്നുണ്ട് അല്ലെ. ഫസ്റ്റ് സ്റ്റേജ് ആരംഭിക്കുന്ന അറിഞ്ഞവർക്ക് തന്നെ എന്താണ് പെട്ടെന്ന് ട്രീറ്റ്മെന്റ് എടുത്ത് മാറി വരുന്നത്. അല്ലാത്തവരൊക്കെ എന്താണ് 4th സ്റ്റേജ് അല്ലെങ്കിൽ ഒരുപാട് വൈകി അറിയുന്നവരൊക്കെയാണ്. ഒരു 2-3 മാസം മാത്രമേ അവരൊക്കെ ജീവിച്ചിരിക്കുള്ളൂ. ഓക്കെ, റേഡിയേഷൻ ഓൺകോളജി നമ്മളിപ്പോ പറഞ്ഞ എന്താണ് ക്ലാസിഫിക്കേഷൻ ഓഫ് റേഡിയോളജിക്കൽ വർക്ക്സിന്റെ ബേസിസിൽ അല്ലെങ്കിൽ നമ്മൾ റേഡിയോളജി വിഭാഗത്തെ 3 ഡിഫറെന്റ് ഏരിയാസ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? ഡയഗ്നോസ്റ്റിക് റേഡിയോളജി. എന്താണ് ഡയഗ്നോസ്റ്റിക് റേഡിയോളജി എന്ന് പറയുന്നത്? ഇമാജിൻ ടെക്നിക്സുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ നിർണ്ണയിക്കുന്ന അല്ലെങ്കിൽ അതിന് വേണ്ട ട്രീറ്റ്മെന്റുകൾ കണ്ടെത്തുന്നതാണ് എന്ത് ഡയഗ്നോസ്റ്റിക് റേഡിയോളജി. ഇന്റർവെൻഷണൽ റേഡിയോളജി എന്ന് പറയുന്നത് എന്താണ്? ഇന്റർവെൻഷണൽ that focus on using minimally invasive intervention techniques. അതായത് ചെറിയ മുറിവുകളിലൂടെ ഡയഗ്നോസിസ് ചെയ്ത് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് ആണ് ഇന്റർവെൻഷണൽ റേഡിയോളജിയിൽ വരുന്നത്. അതിൽ 3 പ്രധാനമായിട്ട് ഉൾപ്പെടുത്തുന്നത് എന്തൊക്കെയാണ്? ഇമാജിൻ ട്രീറ്റ്മെന്റ് ഓഫ് ബ്ലഡ് വെസൽസ്, ബയോപ്സി പ്രൊസീജിയേഴ്സ്, കാർഡിയാക് കത്തറൈസേഷൻ, ആൻജിയോപ്ലാസ്റ്റി, then റേഡിയോളജി ഓൺകോളജി.
അങ്ങനെ 3 വിഭാഗങ്ങളാണ് ഫങ്ഷൻസിന്റെ ബേസിൽ വർബ്സിന്റെ ബേസിസിൽ ഡിഫറെന്റ് ഏരിയാസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഓക്കെ, ഇനി നമുക്ക് നോക്കാം ലൊക്കേഷൻ. നിങ്ങൾ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഹോസ്പിറ്റലിലെ ഏത് ഭാഗത്തായിട്ടാണ് കണ്ടിട്ടുള്ളത്? അവിടെ നോക്കാതെ ഒന്ന് പറഞ്ഞേ. ഇവിടെയാണ്, ഏറ്റവും ടോപ്പ് ഫ്ലോറിലായിരിക്കും അല്ലെ? ആണല്ലേ? സെക്കൻഡ് ഫ്ലോറിലാണോ? അല്ല, ഗ്രൗണ്ട് ഫ്ലോറിലാണ് അല്ലെ? യെസ്. ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് എങ്ങനെയാണ്? ഐഡ്ലി ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോർ. ഗ്രൗണ്ട് ഫ്ലോറിലാണ് റേഡിയോളജിയുടെ ലൊക്കേഷൻ വരുന്നത്. The ground floor is the optimal location for sophisticated equipment like CT and MRI scanners. എന്തുകൊണ്ടാണ് ഇത് ഗ്രൗണ്ട് ഫ്ലോറിൽ വരാൻ കാരണം? അതായത് optimal location of sophisticated equipment. എന്താണ് സോഫിസ്റ്റിക്കേറ്റഡ് എക്യുപ്മെന്റ് എന്ന് പറയുന്നത്? അതായത് സങ്കീർണമായിട്ടുള്ള ഉപകരണങ്ങളാണ് ഇതിലുള്ളത്, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലുള്ളത് അല്ലെ? സോഫിസ്റ്റിക്കേറ്റഡ് മീൻസ് സങ്കീർണത, അല്ലെങ്കിൽ എന്താണ് സങ്കീർണമായെന്ന് വെച്ചാൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന ഡിവൈസസുകൾ പോലെയല്ല, എക്യുപ്മെന്റ്സുകൾ പോലെയല്ല, ഹെവിയാണ്, റേഡിയേഷൻസ് ഉള്ളതാണ് അല്ലെ? ഓക്കെ, അപ്പൊ അത്തരം എക്യുപ്മെന്റ്സുകൾ ആയതുകൊണ്ട് തന്നെ എന്താണ് അതിന് ഒപ്റ്റിമൽ ആയിട്ടുള്ള ലൊക്കേഷൻ ഗ്രൗണ്ട് ഫ്ലോർ തന്നെയാണ് അതിന് ആപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സൊഫിസ്റ്റിക്കേറ്റഡ് എക്യുപ്മെന്റ്സിൽ ഏതൊക്കെയാണ് വരുന്നത്? CT ആൻഡ് MRI സ്കാനേഴ്സ്. CT സ്കാനേഴ്സും MRI സ്കാനേഴ്സും ഒക്കെ നമ്മൾ കാണുന്ന പോലെയുള്ള വലുത്. അപ്പൊ MRI കണ്ടിട്ടുണ്ടോ നിങ്ങൾ? MRI സ്കാനർ ഏറ്റവും വലിയ മെഷീൻ ആണ്. ഇപ്പോ നമ്മൾ എക്സ്റേ CT എടുക്കുന്നതിലും ഏറ്റവും വലുതാണ് MRI എന്ന് പറയുന്നത്. ഭയങ്കര ബിഗ് ആണ്, ഭയങ്കര ശബ്ദമാണ്. അത് എടുക്കുന്ന സമയത്ത് ഭയങ്കര ശബ്ദമാണ് അവിടെ MRIക്ക്. യെസ്. നെക്സ്റ്റ്, the department not only care for walking patients but also emergency patients who may be unable to walk or who require rapid scanning to make a diagnosis. ഇനി നമുക്കിത് നടന്നു പോകുന്ന പേഷ്യൻസിന് മാത്രമായിട്ട് വേണോ ഈ ഗ്രൗണ്ട് ഫ്ലോർ സെറ്റ് ചെയ്തിരിക്കുന്നത്? നടന്നു പോകാൻ വേണ്ടി അല്ല, നടന്നു പോകുന്ന പേഷ്യൻസിന് മാത്രമായിട്ടാണോ? ഇങ്ങനെയുള്ള പേഷ്യൻസിന്റെ കംഫർട്ടബിൾ കൂടിയിട്ടാണ് നമ്മളത് താഴെ കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ കൊടുത്തിരിക്കുന്നത്. അൺഎബിൾ ടു വാക്ക് ഓർ who require rapid scanning to make diagnosis. ഇപ്പൊ unable to walk എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ നടക്കാൻ പറ്റാത്ത ആൾക്കാരും ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അവരെ കൂടി കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ എന്താ ഈ ഒരു ഫ്ലോർ അല്ലെങ്കിൽ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് നമ്മൾ താഴെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പം നടന്നു പോകുന്ന പേഷ്യൻസിന് മാത്രമല്ല, മറ്റ് unable to walk അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു ഡയഗ്നോസിസ്. ഇപ്പൊ ചില പേഷ്യൻസിനൊക്കെ എന്താണ് പെട്ടെന്ന് നടക്കാൻ പറ്റാത്ത പേഷ്യൻ പെട്ടെന്ന് ഒരു സ്കാനിങ് ഒക്കെ പറയുകയാണെങ്കിൽ നമുക്ക് എന്താണ് മറ്റു ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് മുകളിലൊക്കെ കൊണ്ടുവച്ചാല് ലിഫ്റ്റിംഗ് സൗകര്യം ഉണ്ടെങ്കിലും എന്താണ് പെട്ടെന്ന് എത്തിക്കാന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഒബീസ് ആയിട്ടുള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ. അപ്പൊ അതും കൂടി നോക്കിയിട്ടാണ് നമ്മൾ ഇതൊക്കെ എന്ത് ഗ്രൗണ്ട് ഫ്ലോറിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. Then should be easily reachable to OPD patient, inpatients and the emergency department. Should be easily reachable to OPD patients, inpatients and the emergency department. എന്താ പറയുന്നത്? ഇത് ഈസിലി റീച്ചബിൾ ആവണം. എവിടെ നിന്നൊക്കെ? പെട്ടെന്ന് തന്നെ ഇവിടെ എത്തിച്ചേരാൻ സാധിക്കണം. പ്രത്യേകിച്ച് OP പേഷ്യൻസിന് അല്ലെങ്കിൽ ഇൻപേഷ്യൻസിന്, അങ്ങനെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ OPD തന്നെ പേഷ്യൻസിനൊക്കെ എന്താണ് എത്രയും പെട്ടെന്ന് തന്നെ ഈസിലി എത്തിച്ചേരാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. അതുകൊണ്ട് തന്നെ എന്താണ് ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കുന്നത് ഏറ്റവും അഭികാമ്യമായിരിക്കും. ഓക്കെ, then it should not be put between other departments. It should not be put between other departments. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഇത് മറ്റെല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെ ഇടയിലായിരിക്കും വരുന്നത്. നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഈ ഡിപ്പാർട്ട്മെന്റ് മാത്രം കുറച്ച് മാറിയായിരിക്കുള്ളൂ അല്ലെ? മറ്റേ ഡിപ്പാർട്ട്മെന്റിന്റെ ഇടയിൽ ഒരിക്കലും ഇത് വരാൻ പാടില്ല. അതുകൊണ്ടാണ് റേഡിയോളജി ആയതുകൊണ്ട് തന്നെ മറ്റു ഡിപ്പാർട്ട്മെന്റ്സിലെ തൊട്ടടുത്തായിട്ടൊന്നും റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്സ് വരില്ല. ഓക്കെ, യെസ്. അപ്പൊ മറ്റു ഡിപ്പാർട്ട്മെന്റിന്റെ ഇടയിലായത് ഈ ഒരു ലൊക്കേഷൻ കൊണ്ടുവയ്ക്കാനായിട്ട് പാടുള്ളതല്ല. അടുത്ത എന്താണ്? It should be have some room for expansion at a later date. It should have some room for expansion at a later date. ഈ ഒരു റൂം എടുക്കുന്ന സമയത്ത്, അതായത് നമ്മൾ റേഡിയോളജിക്ക് മാത്രമായിട്ട് ഒരു റൂം എടുക്കുന്ന സമയത്ത് എന്താണ് പിന്നീട് എക്സ്പാൻഷൻ ചെയ്യേണ്ടി വന്നേക്കാം. പിന്നീട് എന്തെങ്കിലും തരത്തില് ഇപ്പൊ മെഷീൻസിനൊക്കെ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് എക്സ്പാൻഡ് ചെയ്യേണ്ട സിറ്റുവേഷൻ, അതായത് വലുതാക്കേണ്ട സിറ്റുവേഷൻസ് വന്നേക്കാം. ആ സിറ്റുവേഷൻസ് എന്താണ് നമുക്ക് പെട്ടെന്ന്
ആ പെട്ടെന്ന് വേറൊരു ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ വേറെ ദിവസം കാണിക്കില്ല, കാരണം വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ പിന്നീട് എക്സ്പാൻഡ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ എന്താണ് അതിന് കുറച്ച് ഏരിയ മാറ്റി വെച്ചിട്ടായിരിക്കണം നമ്മൾ ഈ ഒരു റൂം കൺസിഡർ ചെയ്യുന്നത്, ആ ലൊക്കേഷൻ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അതായത് മെഷീൻസ് മാത്രം വെക്കാനല്ല, കുറച്ചും കൂടി ഏരിയ കൂടി നമ്മൾ എടുത്തിട്ട് എക്സ്പാൻഡഡ് ഏരിയാസ് കൂടി എടുത്തിട്ട് വേണം അതിന്റെ സ്പേസ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, then flexibility, expandability and upgradability required to be taken into account while setting the department. ഇതെന്തൊക്കെയാണ്? Flexibility, expandability and upgradability required to be taken into account while setting the department. എന്താ പറയുന്നത്? ഇനി ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം, വളരെ ഫ്ലെക്സിബിൾ ആയിരിക്കണം, പക്ഷെ നല്ല വഴക്കമുള്ളതായിരിക്കണം. എക്സ്പാൻഡബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് വിപുലീകരിക്കാൻ പറ്റുന്നതായിരിക്കണം, അല്ലെ, എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ആൻഡ് അപ്ഗ്രേഡബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നവീകരിക്കാൻ കഴിയുന്നത്, അല്ലെ. അപ്പൊ വിപുലീകരിക്കുകയോ അപ്ഗ്രേഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ ആക്കുകയോ ചെയ്യുന്ന സമയത്ത് ചെയ്യാനായിട്ട് നമുക്ക് അങ്ങനെ പറ്റുന്ന തരത്തിലായിരിക്കണം ഇതിന്റെ ഡിപ്പാർട്ട്മെന്റ് സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, എപ്പോ വേണമെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുകയും വേണം, എന്താണ്, എന്നാൽ മറ്റു രീതിയിൽ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ഇതിന്റെ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് എങ്ങനെയാണ്? ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കും ലൊക്കേഷൻ വരുന്നത്. പ്രധാനമായിട്ടും ഗ്രൗണ്ട് ഫ്ലോർ വരാൻ കാരണം എന്താണ്? സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ആണ് അവിടെ ഉപയോഗിക്കുന്നത്. പ്രത്യേകമായും സങ്കീർണമായിട്ടുള്ള ഉപകരണങ്ങളാണ് അവിടെ ഉള്ളത്. CT and MRI സ്കാനേഴ്സ് ആണ് ഉള്ളത്. അതിനാൽ തന്നെ ഒപ്റ്റിമൽ ആയിട്ടുള്ള ലൊക്കേഷൻ ആണ് അവൈലബിൾ ആയിരിക്കും. പിന്നെ ഇവിടെ നടന്നു വരുന്ന പേഷ്യൻസിന് മാത്രമല്ല, എമർജൻസി ആയിട്ട് വരുന്ന പേഷ്യൻസിനും അതുപോലെ തന്നെ ഒട്ടും നടക്കാൻ പറ്റാത്ത പേഷ്യൻസിനൊക്കെ ഈസിലി എത്തിച്ചേരാൻ പറ്റുന്ന രീതിയിലായിരിക്കണം അതിന്റെ ലൊക്കേഷൻ വരേണ്ടത്. അതോടൊപ്പം തന്നെ എന്താണ്, OP പേഷ്യൻസ്, ഇൻ പേഷ്യൻസ് അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലൊക്കെ എന്താണ്, അവർക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരാൻ രീതിയിലായിരിക്കണം റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ലൊക്കേഷൻ വരേണ്ടത്. മറ്റു ഡിപ്പാർട്ട്മെന്റുകളിൽ ഒന്നും തന്നെ നടുക്കോ അല്ലെങ്കിൽ ഇടയിലൊന്നും ആവരുത് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് വരേണ്ടത്. പിന്നെ ഇത് പിന്നീട് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ അതിനുള്ള സ്പേസും കൂടി കണ്ടെത്തിയിട്ട് വേണം നമ്മൾ ആ ഒരു റൂം അതിന്റെ ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് നമ്മൾ എടുക്കേണ്ടത്. പിന്നെ ഇത് ഭാവിയിൽ നമ്മൾ ഇനി എന്താണ്, ഇത് എങ്ങനെയായിരിക്കണം എക്സ്പാൻഡ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഇത് നവീകരിക്കുന്നതിനോ ഒക്കെ എന്താണ് അതിനുള്ള സ്പേസ് കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം. നമ്മൾ മുകളിൽ പറഞ്ഞ പോയിന്റ് പോലെ തന്നെയാണ് കേട്ടോ, എക്സ്പാൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു സമയം അല്ലെങ്കിൽ സ്പേസസ് ഒക്കെ കണ്ടെത്തിയിട്ട് വേണം നമ്മൾ അത്തരത്തിലുള്ള ലൊക്കേഷൻ ആയിരിക്കണം റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് വരേണ്ടത്. നിങ്ങൾ അമൃത ഹോസ്പിറ്റലിൽ പോയിട്ടുള്ളവരാണെങ്കിൽ റേഡിയോളജി പോയിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടോ, വലിയൊരു ഭയങ്കര സ്പേസ് ആണ് അതിനകത്ത്. ഭയങ്കര സ്പേസ് എന്ന് വെച്ചാൽ പേഷ്യൻസിന് ഇരിക്കുന്നതിനും അവരുടെ മറ്റു ലൊക്കേഷൻസ് ഒക്കെ വരുന്നതും അത് സ്കാൻ ചെയ്യാനും CT ചെയ്യാനൊക്കെ എന്താണ് പ്രത്യേകമായ സ്പേസസ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ ഇഷ്ടംപോലെ സ്പേസ് കൊടുത്തിട്ട് തന്നെ പിന്നെ അല്ലാതെ ചില റൂമുകൾ ഇങ്ങനെ ഒഴിച്ചിട്ടിരിക്കുന്ന കാണാം. അത് ചിലപ്പോ ഇതുപോലെ നമുക്ക് എക്സ്പാൻഡഡ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം എന്നാണ് ഇപ്പൊ മനസ്സിലായത്. ഓക്കെ, ഇനി പോകുമ്പോ അങ്ങനെ എന്തെങ്കിലും കാണുവാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഒക്കെ കാണുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം. മനസ്സിലായോ ലൊക്കേഷൻ? മനസ്സിലായോ? ഒന്നും ഉണ്ട് പിള്ളേരെ? യെസ്, ഓക്കെ. നെക്സ്റ്റ് വരുന്നത് ഫിസിക്കൽ ഫെസിലിറ്റീസ് ആൻഡ് സ്പേസ് നെസസിറ്റീസ്. ഫിസിക്കൽ ഫെസിലിറ്റീസ് ആൻഡ് സ്പേസ് നെസസിറ്റീസ്. എന്തൊക്കെ ഫിസിക്കൽ ഫെസിലിറ്റീസും സ്പേസ് നെസസിറ്റീസ് ആവശ്യകതകൾ അതൊക്കെയാണ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് പറയുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ടോ, പ്രധാനമായ ഒരു രജിസ്ട്രേഷൻ ഏരിയ അല്ലെങ്കിൽ ഒരു റിസപ്ഷൻ ഏരിയ റേഡിയോളജിയുടെ മുന്നിൽ ഉണ്ടായിരിക്കും, അല്ലെ. അതിന്റെ മുന്നിലായിട്ട് എന്തുണ്ടാവും? റിസപ്ഷൻ കൺട്രോൾ ആൻഡ് രജിസ്ട്രേഷൻ ഏരിയ ഉണ്ടായിരിക്കും. പിന്നെന്താണ്, പേഷ്യൻസിന് വേണ്ടി വെയിറ്റിംഗ് റൂം ഉണ്ടാകും, പേഷ്യൻസ് വെയിറ്റിംഗ് റൂം. സെക്രട്ടറി ഓർ ക്ലർക്ക് ഏരിയ ഫോർ കളക്ടിങ് സെപ്പറേറ്റിംഗ് റിപ്പോർട്ട്സ്. എന്താണ്, സെക്രട്ടറിക്ക് അല്ലെങ്കിൽ ക്ലർക്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്താണ് റിപ്പോർട്ട്സുകളൊക്കെ കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള റൂംസുകള്, സെപ്പറേറ്റ് ആയ ഒരു ഏരിയ ഉണ്ടായിരിക്കുന്നതാണ്. റേഡിയോളജിസ്റ്റ് ഓഫീസ് handily located close by the X-ray room should have provision for viewing and charting films. ഇനി റേഡിയോളജിസ്റ്റ് ഓഫീസ് എവിടെയായിരിക്കും വരുന്നത്? handily located close by the X-ray room, അല്ലെ. എക്സ്റേ റൂമിന് തൊട്ടടുത്ത് തന്നെയായിരിക്കും റേഡിയോളജിസ്റ്റിന്റെ ഓഫീസസുകൾ വരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ചാർട്ട്സ് ഫിലിംസ് റിപ്പോർട്ട്സ് ഒക്കെ തരുന്നതിന് വേണ്ടിയിട്ട് തൊട്ടടുത്ത് തന്നെയായിരിക്കുമല്ലോ റേഡിയോളജിസ്റ്റിന്റെ ഓഫീസസും വരുന്നത്. അപ്പം
ഇതുമായി ബന്ധപ്പെട്ട റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട വരുന്ന പ്രധാന ഏരിയാസ് ആണ് ഒന്ന് റിസപ്ഷൻ, കൺട്രോൾ ആൻഡ് രജിസ്ട്രേഷൻ ഏരിയ, പേഷ്യൻസ് വെയിറ്റിംഗ് റൂംസ്, സെക്രട്ടറിയൽ ഹെൽത്ത് ഏരിയ ഫോർ കളക്ടിംഗ് സബ്മിറ്റിംഗ് റിപ്പോർട്ട്സ്. ഇവിടെ നമ്മളിപ്പോ ചിലവർക്ക് നമ്മുടെ ഹാർഡ് ഡിസ്കിൽ അല്ലെങ്കിൽ പേപ്പർ പ്രിന്റ്സ് അല്ലാതെ എന്താണ് നമ്മുടെ CD ആയിട്ട് അല്ലെങ്കിൽ പെൻ ഡ്രൈവ്സിലൊക്കെയാണ് ഇപ്പൊ റിപ്പോർട്ട്സ് ഒക്കെ കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ആ രീതിയിലൊക്കെ റിപ്പോർട്ട്സുകൾ ഇപ്പൊ വാങ്ങിക്കാറുണ്ട് അല്ലെ. Then radiologist office handling located close by the X-ray room should have provision for viewing and charting events. Okay. അതായത് ഇതിന്റെ തൊട്ടടുത്ത് തന്നെയാണെങ്കിലാണ് കറക്റ്റ് ആയിട്ട് പേഷ്യൻസിന് നമ്മൾ ഓർഡർ ചെയ്ത് ചാർട്ട് ചെയ്തിട്ട് അവർക്ക് റിപ്പോർട്ട്സ് കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. അതിന് തന്നെയാണ് റേഡിയോളജിസ്റ്റ് ഓഫീസ് അതിന് തൊട്ടടുത്ത് തന്നെയായിട്ട് വരുന്നത്. ഓക്കെ, മനസ്സിലായോ? യെസ്, മനസ്സിലായോ? ഇതും കൂടി ഒന്ന് പറഞ്ഞേക്കട്ടെ കേട്ടോ. ഫോർ അടിക്കണ്ട. ഫോർ അടിക്കണ്ട പിള്ളേരെ? ഇല്ല, എന്തെങ്കിലും പറയൂലല്ലോ അല്ലെ. നസീമ ക്ലാസ്സിൽ കയറിയിട്ടില്ലേ? നസീമ നൗഷാദ് നൗഷ് എന്ന് പറഞ്ഞൊരു പേരുള്ള ആളാണ്. നമുക്ക് റേഡിയേഷൻ റിസ്ക് നോക്കാം. ഓക്കെ, റേഡിയേഷന്റെ റിസ്ക് ആളുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സംശയം പറയും, ബോറടിക്കുന്ന ടീച്ചറെ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ഇങ്ങനെ വരും. ആ കുട്ടി മാത്രം എന്തെങ്കിലും അയച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് റേഡിയേഷന് പ്രധാനമായിട്ടും രണ്ട് എഫക്ട്സുകളാണുള്ളത്, റിസ്കുകളാണുള്ളത്, രണ്ട് അപകട സാധ്യതകൾ. ഒന്ന് സിവിയർ എഫക്റ്റ് ഉണ്ട്, ഒന്ന് ക്രോണിക് എഫക്റ്റ്. സിവിയർ എഫക്റ്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് സിവിയർ എഫക്ട്സ്? കഠിനമായിട്ട് നടക്കുന്ന എഫക്ട്സുകൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് അപകട സാധ്യതകള്? ഹെവി ഡോസ് ഇൻ ഷോർട്ട് സ്ട്രെച്ച് ഓഫ് ടൈം. അതായത് ഒരു ഷോർട്ട് പീരീഡിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇപ്പൊ റേഡിയേഷൻ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് അനുഭവപ്പെടാനുള്ള കുറച്ച് റിസ്ക് ആണെന്ന് സെറിബ്രൽ റിലേറ്റഡ് ആയിട്ട്. സെറിബ്രൽ റിലേറ്റഡ് ആയിട്ട് എന്ന് പറയുന്നത് ബ്രെയിൻ റിലേറ്റഡ് ആയിട്ട് വരുന്ന എന്താണ് കൺക്ലൂഷൻസ് വരും. അതായത് കൺക്ലൂഷൻസ് എന്ന് പറയുന്നത് എന്താണ്? വിറയല്, ചിലർക്ക് ശരീരം വിറയ്ക്കാനുള്ള സാധ്യത ഉണ്ട്. അബ്സ്കറിങ് ഓഫ് വിഷൻ, അതായത് അബ്സ്കറിങ് ഓഫ് വിഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിലർക്ക് കാഴ്ച കാണാൻ പറഞ്ഞെങ്കിൽ എന്താണ് കണ്ണിലിരുട്ട് കയറാന്നൊക്കെ പറയില്ലേ നിങ്ങൾ, അത്തരം സിറ്റുവേഷൻസ് വരും. ചിലർക്ക് എന്താണ് ഹെഡേക്ക്, തലവേദന ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും സെറിബ്രൽ റിലേറ്റഡ് ആയിട്ട് വരുന്ന എഫക്ട്സുകൾ എന്ന് പറയുന്നത്. കാഴ്ച മങ്ങുക, യെസ്, ഒബ്സർവിംഗ് ഓഫ് വിഷൻ എന്ന് പറഞ്ഞാൽ കാഴ്ച മങ്ങുന്ന സിറ്റുവേഷൻ. ഒന്ന് കൺക്ലൂഷൻസ് ഉണ്ടാകുന്നു, വിറയൽ ഉണ്ടാകുന്നു, കാഴ്ച മങ്ങുന്നു, തലവേദന ഉണ്ടാകുന്നു. ഇനി ഗ്യാസ്ട്രിക് ആയിട്ട് വരുന്ന എന്താണ്? ഗ്യാസ്ട്രിക് അതായത് നമ്മുടെ ആമാശയവുമായി ബന്ധപ്പെട്ട് വയറുമായി ബന്ധപ്പെട്ട് വരുന്ന എഫക്ട്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? നോസിയ, വൊമിറ്റിംഗ്, ലോക്കലൈസ്ഡ് പെയിൻ ഇൻ അബ്ഡോമൻ. നോസിയ എന്താണ്? നമ്മളെ ഛർദിക്കുന്നതിന് മുമ്പായിട്ട് ഒരു ഓക്കാനം വരാന്നൊക്കെ പറയില്ലേ നമ്മള്, വൊമിറ്റ് ചെയ്യാൻ മുമ്പായിട്ട്. അത് ചിലപ്പോൾ ഛർദിക്കൽ ഇങ്ങനെ വൊമിറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ടെൻഡൻസി വരും നമുക്ക്. ഓക്കെ, ചിലർക്ക് എങ്ങനെയാണ് പെട്ടെന്ന് തന്നെ അത് വൊമിറ്റ് ചെയ്യും. ഇത് നോസിയ എന്ന് പറയുന്ന ഓക്കാനം വരാന്നാണ് കേട്ടോ. പിന്നെന്താണ്? ലോക്കലൈസ്ഡ് പെയിൻ ഇൻ അബ്ഡോമൻ. ലോക്കലൈസ്ഡ് പെയിൻ നമ്മുടെ അടിവയറ്റിലായിട്ട് നമുക്കൊരു പെയിൻ വരും. ഓക്കെ, അങ്ങനെയാണ് ആമാശയത്തിൽ അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് ആയിട്ട് വരുന്ന നമ്മുടെ എഫക്ട്സുകൾ, റിസ്കുകൾ എന്ന് പറയുന്നത്. ഇനി ബ്ലഡ് റിലേറ്റഡ് ആയിട്ട് വരുന്ന എന്താണ്? അനീമിയ, മാരോ ഡിപ്രഷൻ. അനീമിയ എന്താണ്? അനീമിയ എന്താ വളരെ? വിളർച്ച. അനീമിയ കാണുന്നവരില്ല നമ്മള്, വിളർച്ച. മാരോ ഡിപ്രഷൻ എന്താണ്? മാരോ ഡിപ്രഷൻ ലാക്ക് ഓഫ് ബ്ലഡ് വരുന്ന സമയത്താണ് നമ്മൾ അനീമിക് ആവുന്നത് പറയുന്നത്. ദെൻ മാരോ ഡിപ്രഷൻ എന്താണ്? മാരോ ഡിപ്രഷൻ നമ്മുടെ ബോൺ മാരോസിന്റെ ആക്ടിവിറ്റീസ് ഡിക്രീസ് ആവുന്നത്. നമ്മുടെ ബോണിന്റെ ആക്ടിവിറ്റീസ് ഒക്കെ എന്താണ് ഡിക്രീസ് ആവുമ്പോൾ നമുക്കൊരു എന്താ പറയുക, നമുക്ക് പെട്ടെന്ന് തളർച്ച വരില്ലേ? അനീമിക് ആവുന്നത് പോലെ തന്നെ നമ്മുടെ മൊത്തത്തില് പെട്ടെന്ന് ചിലവർക്ക് തലകറങ്ങി പെയിന്റ് ചെയ്ത് വീഴും. ഓക്കെ, ചിലവർക്ക് എന്താണ് ഒരു പ്രത്യേക അവസ്ഥയാണ് അത്. എനിക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ചിലര് പിടിച്ചു നിൽക്കാൻ പറ്റും, ചിലർ അങ്ങനെ തന്നെ കുഴഞ്ഞു വീഴാനുള്ള ഒരു സാധ്യത. ബോൺ മാരോസ് ഡിക്രീസ് ചെയ്യുന്ന നമ്മുടെ ബോൺ മാരോസ് ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് ആക്ടിവിറ്റീസ് ഒക്കെ എന്താണ്, നമ്മുടെ പേശിയുള്ള പ്രവർത്തനങ്ങളൊക്കെ സ്ലോ ആവുന്ന പോലെ തോന്നുന്നുണ്ട്.
സിവിയർ എഫക്റ്റിൽ വരുന്നതാണ്. ഹെവി ഡോസിങ് ഷോർട്ട് സ്ട്രെച്ച് ഓഫ് ടൈമിലാണ് ഇത് നടക്കുന്നത്. പ്രധാനമായിട്ട് ഏതൊക്കെ കാര്യങ്ങളാണ്? സെറിബ്രൽ ബ്രെയിൻ റിലേറ്റഡ് ആയിട്ട് കൺഫ്യൂഷൻസ്, ഒബ്സർവിംഗ് ഓഫ് വിഷൻസ് ഉണ്ടാവുന്നു, ഹെഡേക്ക് ഉണ്ടാവുന്നു. ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ഏതൊക്കെ വരുന്നുണ്ട്? നോസിയ, വോമിറ്റിംഗ്, ലോക്കലൈസ്ഡ് പെയിൻ ഇൻ ദ അബ്ഡോമൻ ആൻഡ് ബ്ലഡ് റിലേറ്റഡ് ആയിട്ട് അനീമിയ, നാരോ ഡിപ്രഷൻ. ഓക്കെ, ഇതുകൂടി പറഞ്ഞട്ടെ, ഇതുകൂടി പറയാട്ടോ. ക്രോണിക് എഫക്റ്റ്. ക്രോണിക് എഫക്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് ലോങ് ടേം ആയിട്ട് നീണ്ടു നിൽക്കുന്ന എഫക്ട്സ് ആണ് അല്ലെ? ഓർ ടു കോൺസ്റ്റന്റ് കണ്ടിന്യൂസ് ഷോർട്ട് എക്സ്പോഷർ. കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ലോങ് ടേം ഈ എഫക്ട്സ് നിലനിൽക്കും. പ്രത്യേകിച്ച് സ്കിന്നിന് ഹെയർ ലോസസ് ഉണ്ടാവും, ബ്രിട്ടിൽ നെയിൽസ് ആവും. ബ്രിട്ടിൽ നെയിൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നഖങ്ങളൊക്കെ പൊട്ടിപ്പോവുക, നെയിൽസ് പൊട്ടിപ്പോകുന്ന സിറ്റുവേഷൻസ്. ദെൻ ബ്ലഡ് റിലേറ്റഡ് ആയിട്ട് എന്താണ്? അനീമിയ ഉണ്ടാവുന്നു, ലുക്കീമിയ ഉണ്ടാവും. ലുക്കീമിയ എന്താണ്? ലുക്കീമിയ രക്താർബുദം അല്ലെ? കേട്ടിട്ടില്ലേ ലുക്കീമിയ? രക്താർബുദം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് ബ്ലഡ് റിലേറ്റഡ് ആയിട്ട് വരുന്നത്. ദെൻ ഐ റിലേറ്റഡ് ആയിട്ട് എന്താണ്? കാറ്ററാക്ട്, കാറ്ററാക്ട്, തിമിരം വരില്ലേ? തിമിരം. അതേഴ്സ് മറ്റുള്ളവ എന്തൊക്കെയാണ്? സ്റ്റെറിലിറ്റി, ഒബീസിറ്റി, ക്യാൻസർ. സ്റ്റെറിലിറ്റി എന്താണ്? സ്റ്റെറിലിറ്റി വന്ധ്യത. സ്റ്റെറിലിറ്റി മീൻസ് വന്ധ്യത. ദെൻ ഒബീസിറ്റി അറിയാലോ, പൊണ്ണത്തടി, ക്യാൻസർ. ഇതൊക്കെ എന്താണ്? ക്രോണിക് ആയിട്ടുള്ള എഫക്ട്സിൽ വരുന്നതാണ് കേട്ടോ. അധികമായിട്ടുള്ള എക്സ്പോഷർ മൂലം അല്ലെങ്കിൽ എക്സ്പോഷർ മൂലം സംഭവിക്കുന്ന ദീർഘകാല എഫക്ട്സുകളാണ് എന്താ? സ്കിൻ റിലേറ്റഡ് ആയിട്ടും ബ്ലഡ് റിലേറ്റഡ് ആയിട്ടും ഐ റിലേറ്റഡ് ആയിട്ടും വരുന്നത്. സ്കിൻ റിലേറ്റഡ് ആയിട്ട് ഹെയർ ലോസ്, ബ്രിട്ടിൽ നെയിൽസ് ഉണ്ടാവുന്നു, അതുപോലെ പൊട്ടിപ്പോകുന്ന സിറ്റുവേഷൻ. ബ്ലഡ് റിലേറ്റഡ് ആയിട്ട് എന്താണ്? അനീമിക് ആവുന്നു, ഇതുപോലെ രക്താർബുദം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ബ്ലഡ് ക്യാൻസേഴ്സ്. പിന്നെ ഐ റിലേറ്റഡ് ആയിട്ട് തിമിരം ഉണ്ടാകുന്നു. ദെൻ സ്റ്റെറിലിറ്റി വന്ധ്യതക്ക് കാരണമാകുന്നു, പൊണ്ണത്തടിക്ക് കാരണമാകുന്നു, ക്യാൻസറിന് കാരണമാകുന്നു. ഓക്കെ, മതിയില്ലേ അവിടെ വരെ? ഇവിടെ വരെ എടുത്ത് തന്നത് മനസ്സിലായോ നിങ്ങൾക്ക്? ക്ലിയർ ആണോ? യെസ്. ക്വസ്റ്റ്യൻ ചോദിക്കണോ? ക്വസ്റ്റ്യൻ ചോദിക്കണം, ചോദിക്കണം. What are the types of imaginary medical imagine? ഏതൊക്കെ മെഡിക്കൽ ഇമാജിൻസ് ആണ് നമുക്കുള്ളത്? ഞാൻ ചോദിക്കുന്നതാണ് പറയാട്ടോ. ജിഷ, ഷിനു, ജിഷ കേൾക്കുന്നുണ്ടോ? ഉണ്ടോ? ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോ കുറെ പേര് ലെഫ്റ്റ് ആവുന്നുണ്ടോ നിങ്ങള്? ലക്ഷ്മി മോഹൻ, ഏതൊക്കെ മെഡിക്കൽ ഇമാജിൻസ് ആണോ ഉള്ളത്? എക്സ്റേ, അൾട്രാസൗണ്ട്, CT സ്കാൻ, MRI. ഓക്കെ, യെസ്, വെരി ഗുഡ്. ക്ലാസിഫിക്കേഷൻ ഓഫ് റേഡിയോളജിക്കൽ വർക്ക്. അതായത് ഏരിയാസ്, ഡിഫറെന്റ് ഏരിയാസ് ഏതൊക്കെയാണ് ഇതിൽ വരുന്നത്? ദിവ്യ ഫോൺ, ദിവ്യ. സീമ ജെറോം, സീമ ജെറോം. യെസ് മാം. പറയോ, പറഞ്ഞോ പറഞ്ഞോ. ഇന്റർവെൻഷണൽ റേഡിയോളജി, റേഡിയേഷൻ ഓങ്കോളജി. ഓക്കെ, യെസ്. ഇന്റർവെൻഷണൽ റേഡിയോളജിയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഏതൊക്കെ പ്രൊസീജിയേഴ്സ് ആണ്? റീജ, റീജ തോമസ്. ബയോപ്സി, കാർഡിയാക്, ഇമാജിൻ ട്രീറ്റ്മെന്റ്. കാർഡിയാക് കാത്തറൈസേഷൻ കേട്ടോ, പറഞ്ഞു പഠിക്കണേ. ഓക്കെ, ഇമാജിൻ ആൻഡ് ട്രീറ്റ്മെന്റ്. റേഡിയോളജി ലൊക്കേഷൻ വരുന്നത് എവിടെയാണ്?
അജ്മല തസ്നീം. അജ്മല തസ്നീം. അജ്മല. റിഫാന. റിഫാന. ചോദ്യം ചോദിക്കട്ടെ എന്ന് ചോദിച്ചപ്പോ ചോദിച്ചു എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ മെസ്സേജ് അയച്ച് പൊയ്ക്കളഞ്ഞ പിള്ളേരെ. ഇതാണ് കാര്യം. ഗ്രൗണ്ട് ഫ്ലോറിലാണ് അല്ലേ? ഓക്കെ, വെരി ഗുഡ്. യെസ്. റേഡിയേഷൻ റിസ്കില് സിവിയർ എഫക്റ്റിൽ വരുന്നത് എന്തൊക്കെയാണ്? സിവിയർ എഫക്റ്റിൽ വരുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ്? ആരെങ്കിലും വേണ്ടി പറയാം. രമ്യ. രമ്യ കൊണ്ടു. മാം, പറയൂ. എന്തൊക്കെ എഫക്റ്റ് ആണ് സിവിയർ ആയിട്ട് വരുന്നത്? സെറിബ്രൽ, ഗ്യാസ്ട്രിക്, ബ്ലഡ്. നിങ്ങൾ പഠിക്കുമ്പോ ഇതിലുള്ള കാര്യങ്ങൾ കൂടി പഠിക്കണം കേട്ടോ. സെറിബ്രലിൽ ഏത് റിലേറ്റഡ് ആയിട്ടുള്ള എഫക്ട്സ് വരുന്നത് എന്നുള്ളത് കൂടി പഠിക്കണം കേട്ടോ. സെറിബ്രലിൽ ഏതൊക്കെ വരുന്നുണ്ട്? കൺവ്യൂഷൻസ്, obscuring of visions, headache. ഓക്കെ. അടുത്തത് ക്രോണിക് എഫക്ട്സിൽ എന്തൊക്കെ വരുന്നുണ്ട്? ക്രോണിക് എഫക്ട്സിൽ വേറൊരാൾ പറഞ്ഞേ. സ്കിൻ, ബ്ലഡ്, ഐ. അത് ഏതൊക്കെയാന്ന് പറയണോ? സ്കിന്നിന്റെ ഒപ്പം എന്തൊക്കെയാ വരുന്നത്? സ്കിൻ റിലേറ്റഡ് ആയിട്ട്. സ്കിന്നിൽ ഹെയർ ലോസ്, ബ്രൈറ്റൽ നെയിൽസ്. ബ്ലഡിൽ വരുന്നത് അനീമിയ, ലുക്കീമിയ. ഐയിൽ വരുന്ന കാറ്ററക്ട്. അതേഴ്സിൽ വരുന്ന സ്ട്രേലസ്, സ്റ്റെറിലിറ്റി, ഒബീസിറ്റി, ക്യാൻസർ. ക്യാൻസർ. ഓക്കെ, ശരി, താങ്ക് യു. ഓക്കെ ലിഷ, ശരി, താങ്ക് യു കേട്ടോ. ഹാവ് എ നൈസ് ഡേ. അതിന്റെ ലെഫ്റ്റ് ആയിക്കോളൂ കേട്ടോ. thank you, ma'am. Thank you, ma'am. താങ്ക് യു.